വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ. ആദ്യമേ തന്നെ ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്ന് 80ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മിസ്സസ് ചിന്നമ്മ സ്കറിയ. ഒത്തിരി പേർക്ക് ഈ ആൻറ്റിയെ അറിയാം. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദ മാസ്റ്റർ ചാരിറ്റീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർഷങ്ങളായി വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുന്ന ഈ പ്രായത്തിൽ ചുറുചുറുക്കോടെ ആരോഗ്യത്തോടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ധീര വനിതയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ചിന്നമ്മ സ്കറിയ എന്ന ഈ കർത്താവിൻ്റെ ദാസിക്കായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ നിൻ്റെ മകളെ അനുഗ്രഹിക്കും. 80 വർഷങ്ങൾ കർത്താവെ വിവിധ രീതിയിൽ കർത്താവ് നടത്തുകയും അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തതിനാൽ നന്ദി പറയുന്നു. ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് നിൻ്റെ മകളെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ആയുസ്സിനായും ആരോഗ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ തുടർന്നും നിറവേറ്റേണ്ടതിന് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, മക്കളെയും കുടുംബങ്ങളെയും തലമുറകളെയും എല്ലാ നിലകളിലും കർത്താവ് അനുഗ്രഹിച്ചുയർത്തുന്നതിനാൽ നന്ദി പറയും. All of us together we release your blessings upon her life, O Father. Thank you, Jesus. Thank you, Jesus. And many, many happy returns of the day. God bless you. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, രാജൻ പി ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടെ ഉണ്ടാകാൻ കർത്താവ് സഹായിക്കണമേ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ തനിക്ക് നല്ലൊരു ജോലി കൊടുക്കണമേ. മാത്രമല്ല, മകളുടെ മദർലോയ്ക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്ന് പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഈ കുടുംബത്തെ മുഴുവൻ ദൈവികമായ നല്ല ആരോഗ്യത്തിലും സകല അനുഗ്രഹങ്ങളിലും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ജൂൺ 26 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ. ജഗൻ മോഹൻ പാലസ്, ദേവരാജ് മോഹല്ല, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കൊല്ലം മെഗാ ഫെസ്റ്റിവലിൽ ഒരാരാധന വേളയിൽ സിസ്റ്റർ ക്ഷമ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞ ഒരു രോഗസൗഖ്യം അപ്പോൾ തന്നെ അവിടെ വെച്ച് പ്രാപിച്ച ഒരു സഹോദരി സ്റ്റേജിലേക്ക് ഓടി കയറി വന്ന് സന്തോഷത്തോടെ വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം ആൻഡ് എക്സൈറ്റ്മെൻറ്റ് അത് അവിടെ വന്നിരുന്ന ആളുകളുടെ മുൻപാകെ ആ രോഗസൗഖ്യത്തെ സാക്ഷീകരിച്ച ഒരു സംഭവമാണ്. നമുക്ക് ഒരുമിച്ച് ആ സംഭവത്തിലേക്ക് പോകാം. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, അതുപോലെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, നടക്കുന്ന കാര്യത്തിൽ, കൈ ഉയർത്തുന്ന കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോയാണ്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മനഃപൂർവ്വമായി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കൈ ഉയർത്തുക. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കസേര വിട്ട് നിങ്ങൾ വെളിയിലേക്ക് നടക്കാൻ തുടങ്ങുക. മറ്റൊരാളെ നിങ്ങൾ നോക്കരുത്. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചാലും വേറൊരാളെ നിങ്ങൾ നോക്കരുത്. പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. നിങ്ങൾ വേദന സഹിച്ചത് മതി, ഇരുന്നത് മതി, കഷ്ടപ്പെട്ടത് മതി. അതിന്ന് പുറത്തു വരാനായി കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ വേദനയുള്ള വ്യക്തികൾ
കൈകൾ ഉയർത്താനായി തുടങ്ങിയാലും യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും തന്റെ മക്കളുടെ മേൽ അവൻ പ്രകടമാക്കുന്ന സമയമാണിത്. ജീസസ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങ് വലിയവൻ. ഓ, താങ്ക് യു ലോർഡ്. ജീസസ്. സിസ്റ്റർ, ഈ സഹോദരിയുടെ പേര് ബിന്ദുകുമാരി എന്നാണ്. ഈ സഹോദരി പറഞ്ഞത് കഴിഞ്ഞ 6 വർഷമായിട്ട് തനിക്ക് നല്ലപോലെ നടക്കാനൊക്കത്തില്ല. മുട്ടൊന്നും മടക്കിയാൽ അവിടെ ഇരുന്ന് പോവും, പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. കുറേ നേരം കഴിഞ്ഞ് പതുക്കെ ആരെങ്കിലൊക്കെ വന്ന് സഹായിച്ചാൽ മാത്രമേ തനിക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞത്. കാരണം ഡോക്ടർ ഇതുവരെ താൻ അതിനുവേണ്ടി കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വേദന കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് എടുക്കുമെന്നുള്ള അല്ലാതെ താൻ അതിനുവേണ്ടി ഒന്നും പോയിട്ടില്ല. താൻ തന്നെ നിരൂപിച്ചത് തൻ്റെ ബോഡി വെയിറ്റ് കൊണ്ടാവാം ഇത് ഇത്രയും ഈ വേദന വരുന്നത്. പിന്നെ വീട്ടിലൊക്കെ ഒത്തിരി പണി താൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, വേറെ ആരും ഒന്നും വിളിക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടിട്ടാവാം തൻ്റെ മുട്ടിൻ്റെ വേദനയും അതുപോലെ തന്നെ ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഇതുപോലെ വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ മുടന്തി വന്ന് താൻ അവിടെ ഇരിക്കുമായിരുന്നു, എഴുന്നേക്കാനേ പറ്റത്തില്ലായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് താൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും കൈയൊക്കെ ഉയർത്തി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ഷമ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, നടക്കാൻ പറ്റാത്ത ആളുകൾ ഉടൻ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ സമയത്ത് തൻ്റെ ശരീരത്തിലേക്ക് ഒരു ചൂട് അടിച്ചിറങ്ങുന്നത് പോലെ തോന്നി. പിന്നെ തനിക്ക് ഒന്നും ഓർമ്മയില്ല, ചാടിത്തുള്ളി അവിടെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ലീഡേഴ്സ് എല്ലാം കൂടെ ഇവിടെ വന്നു. ലീഡേഴ്സിനെ ഒന്നും ഹെൽപ്പില്ലാതെ താൻ അവിടെ നിന്ന് ഇവിടത്തോളം ഓടി ആ താഴെ നിന്നും മുകളിലേക്ക് ആ സ്റ്റെപ്പ് ഒരു 5-6 വട്ടം കയറി നടന്നു. ഒരു കംപ്ലൈന്റും ഇല്ല. ഇതിനെ ഒന്ന് ഓടി കാണിക്കാമോ? താഴെ ഓടി ഇത് പലരും കണ്ടില്ലല്ലോ. ഇതിലൂടെ ഒന്ന് ഓടാൻ പറ്റുമോ സഹോദരി? വാവ്. യേശുവിൻ നാമം ഉയർന്നത്. നിർത്തത്തോടെ. യേശുവിൻ നാമം മറ്റാരിലും ഉയർന്നത്. ഓ യേശുവിൻ നാമം മറ്റാരിലും ഉയർന്നത്. നാമമേ മുക്തി, ജിസ് നാമമേ ശക്തി, ജിസ് നാമമേ ശാന്തി देता हूँ मैं चंगाई, जिस नाम में है जिंदगी, यीशु है वो नाम. യേശു തൻ്റെ അധികാരങ്ങളെല്ലാം നിർവഹിച്ചത് തൻ്റെ വാക്കുകളിലൂടെയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരും. നല്ല വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ബൈബിളിൽ ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എത്ര പേർക്കറിയാം? ദാനിയേലിനെ കുറിച്ച് വായിച്ചിട്ടുള്ളവരുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ രാത്രി രാജാവ് ഉറങ്ങിയത് പോലുമില്ല. കാരണം കുഴിയിലിട്ട് താനാന്നല്ലോ. അതുകൊണ്ട് തനിക്ക് ഉറക്കം വന്നില്ല. ദൈവം തമ്പുരാൻ തനിക്ക് ഉറക്കം കൊടുത്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ രാജാവ് ഭയപ്പെട്ട് ഗുഹയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ, നീ സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ ജീവനുള്ള ദൈവം നിന്നെ രക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളാരെങ്കിലും ആണേൽ പറഞ്ഞേനെ, എന്നെ ഇതിനകത്തൊക്കെ തള്ളിയിട്ടെങ്കിലും തന്നെ പോലൊന്നും അല്ലടോ, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്നൊക്കെ വലിയ വീമ്പിളക്കി നമ്മൾ പറഞ്ഞേനെ. പക്ഷെ അപ്പോഴും ദാനിയേൽ പറയുന്നത്, രാജാവ് ദീർഘായുസുള്ളവനായിരിക്കട്ടെ, എൻ്റെ ദൈവം എന്നെ ഇതിനകത്ത് രക്ഷിച്ചിരിക്കുകയാണ്. എത്ര പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മളാന്നേലും അങ്ങനെ പറയോ? ഒരിക്കലും പറയില്ല. ഈ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നാം ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മുടെ ഭാവിയെ, നമ്മുടെ ഗതിയെ നിർണയിക്കുന്നത്. ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, വേദനകളില്ലാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്നില്ല. ഈ സ്റ്റേജിലും ഇല്ല. എല്ലാവർക്കും ഉണ്ട്.
അവരവർക്ക് പറ്റിയ രീതിയിലുള്ള ഭാരങ്ങൾ, അവരവർക്ക് പറ്റിയ രീതിയിലുള്ള വേദനകളെല്ലാം എല്ലാവർക്കുമുണ്ട്. ഹല്ലേലൂയ. പൊതുവേ ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ക്രൂശ് എടുത്തു ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് തോന്നി, അയ്യോ ഈ ക്രൂശ് വളരെ ഭാരം കൂടിയ ക്രൂശാണ്, അതുകൊണ്ട് ഈ കുരിശ് എനിക്ക് വേണ്ട എന്ന് തോന്നി. എന്നിട്ട് ദൈവത്തോട് ചെന്നിട്ട് പറഞ്ഞു, ദൈവമേ ഈ കുരിശ് എനിക്ക് വേണ്ട, ഈ കുരിശ് ഇവിടെ വെച്ചോ, വേറെ കുരിശ് എനിക്ക് മതി എന്ന് പറഞ്ഞു. അടുത്തൊരു കുരിശ് കണ്ടു, അതെടുത്ത് കുറച്ചു നേരം നടന്നപ്പോൾ തോന്നി, അയ്യോ ഇതൊരു സുഖമില്ല, എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇതും വേണ്ട, വേറെ മതി. അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവസാനമായിട്ട് പിന്നെ ഒരു കുരിശും കൂടി ഉണ്ട്. അന്നിനി ആ കുരിശും കൂടി എടുത്തേക്കാമെന്ന് കരുതി ആ വ്യക്തി വീണ്ടും ആ കുരിശെടുത്ത് തോളയിലെടുത്ത് വെച്ചിട്ട് അങ്ങ് നടപ്പ് തുടങ്ങി. നടന്നു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ കുരിശിനേക്കാളും ഈ കുരിശ് വലിയ കുഴപ്പമില്ല, സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് ഈ കുരിശ് തന്നെ മതി കേട്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള കുരിശ്. അപ്പം ദൈവം തമ്പുരാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഇതാ നിനക്ക് ഞാൻ ആദ്യം തന്ന കുരിശ്, അത് തന്നെയാണത് നിനക്ക് സ്യൂട്ടായിട്ടുള്ള കുരിശ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, നിങ്ങൾക്ക് പറ്റിയ കുരിശേ നിങ്ങളുടെ കയ്യിലുള്ളൂ. പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ചില കുരിശുകളുണ്ട്, ഓരോരുത്തർക്കുണ്ട്. നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആനയ്ക്ക് തടിഭാരം, പക്ഷെ ഉറുമ്പിന് എന്താണ്? പറയൂ, അരിയാണ് ഭാരം എന്ന് പറഞ്ഞ പോലെ അവരവർക്ക് പറ്റിയത് അവരവരുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അത് വച്ചു മാറാൻ വേണ്ടി നിൽക്കരുത്. അത് വച്ചു മാറിയാൽ നിങ്ങൾക്ക് ചുമക്കാനും പറ്റില്ല. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ഇത്തരം ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും? അതാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്, നമ്മുടെ ഗതിയെ നിർണയിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയൂ, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ദൈവത്തെ തള്ളി പറയരുത്. ഒത്തിരി പേരെയും കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ദൈവം തമ്പുരാൻ ആദ്യം അങ്ങ് തള്ളി പറയും. ഹല്ലേലൂയ. ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് തീരുമാനിക്കണം. ഒന്ന് കൈയൊന്ന് ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചേ, കർത്താവേ നിന്നെ ഒരിക്കലും തള്ളിപ്പറയാതെ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണേ കർത്താവ്. ആ കൃപ തരണേ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചാലും കർത്താവേ നിന്നെ പ്രശ്നങ്ങളുടെ നടുവിൽ തള്ളിപ്പറയാതെ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നല്ല വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ധാരാളമായി നല്ല വാക്കുകൾ നമ്മുടെ അകത്തുണ്ടാകണം. നല്ല വാക്കുകളെ നമുക്ക് എങ്ങനെ നമ്മുടെ അകത്ത് സംഗ്രഹിക്കാനായി നമുക്ക് സാധിക്കും? നിഘണ്ടുവിലെ നല്ല വാക്കുകൾ കാണാതെ പഠിച്ചതുകൊണ്ട് ഒരിക്കലും നല്ല വാക്കുകൾ സംസാരിക്കണമെന്നില്ല. അയാൾ ഒരുപക്ഷെ നല്ല വാക്കുകളിൽ പ്രസംഗിക്കുന്ന ഒരു വാഗ്മിയായിരിക്കാം, ഒരു പ്രാസംഗികനായി മാറിയെന്നിരിക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട് പ്രശ്നങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്നതിൽ നല്ല വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുവാൻ നിഘണ്ടു പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധ്യമല്ല. പകരം അതിന് ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠമാക്കുന്നവനെ നല്ല വാക്കുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ ബൈബിൾ വായിക്കുന്നവരുണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം, ദൈവത്തിൻ്റെ വചനം ഞാൻ കൂടുതൽ വായിക്കും, കൂടുതൽ പഠിക്കും, കൂടുതൽ മനഃപ്പാഠമാക്കും. ദൈവവചനം, അയ്യോ ഈ പ്രായത്തിലാണോ സഹോദരി ദൈവവചനം മനഃപ്പാഠമാക്കാൻ വേണ്ടി പറയുന്നത്? ദൈവവചനം പഠിക്കുവാൻ പ്രായമില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവവചനം പഠിക്കുവാൻ പ്രായമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവവചനം ഒരു വ്യക്തി പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ ബുദ്ധിയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാലാണ് ആ വ്യക്തിക്ക് അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 5 വയസ്സുള്ള കുട്ടിയാണേലും 10 വയസ്സുള്ള കുട്ടിയാണേലും 50 വയസ്സുള്ള അമ്മൂമ്മയാണേലും 90 വയസ്സുള്ള അപ്പൂപ്പനാണേലും പരിശുദ്ധാത്മാവില്ലാതെ ദൈവവചനം പഠിക്കാൻ പറ്റില്ല.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ 10 വയസ്സുള്ള കുട്ടിക്ക് ഒരിക്കലും ബുദ്ധി കൊണ്ടല്ല വചനം പഠിക്കുന്നത്, പരിശുദ്ധാത്മാവിലാണ് ആ കുട്ടി പഠിക്കുന്നത്. 2 വയസ്സുള്ള കുട്ടികൾ ദൈവവചനം പറയുന്നത് കേട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൽ. 1 വയസ്സുള്ള കുട്ടി പരിശുദ്ധാത്മാവിലാണ് അത് പഠിക്കുന്നത്. അതുകൊണ്ട് പ്രായത്തിലോ ബുദ്ധിയിലോ അല്ല ദൈവവചനത്തിന്റെ പഠനം ഇരിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ ദൈവവചനം പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാവുണ്ടേ എന്ത് ചെയ്യും? പറയൂ. കൂടുതൽ വചനം വായിക്കും. അപ്പോൾ വചനം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാതെ കണ്ണിൻ്റെ പ്രശ്നമല്ല, ഉറക്കത്തിൻ്റെ പ്രശ്നമല്ല, പ്രായത്തിൻ്റെ പ്രശ്നമല്ല. ചില അമ്മൂമ്മമാരോടൊക്കെ, അമ്മൂമ്മ ബൈബിൾ വായിക്കാറുണ്ട് എന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മോളെ കാലിൽ വേദനയാണ്, കൈക്ക് വേദനയാണ്, കണ്ണിന് വേദനയാണ്, കണ്ണിന് ആ പ്രശ്നമാണ്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്മച്ചിയുണ്ട്. അയ്യോ എന്തൊരു സന്തോഷമാണെന്ന് എനിക്ക് അറിയാമോ ആ അമ്മച്ചിയെ കാണുമ്പം. അമ്മച്ചി എപ്പോൾ കണ്ടാലും എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്. ഒരു വീടിൻ്റെ വാതിക്കൽ തന്നെ ഒരു കസേര ഇട്ടിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോൾ ചെന്നാലും അവരെപ്പോഴും ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ച് പോകാറുണ്ട്, എത്ര ഭാഗ്യമുള്ളൊരു വീടാണത്. കാരണം ആ വീട്ടുടമസ്ഥനോ വീട്ടുകാരിയോ ഒന്നും ആ വീട്ടിലില്ല. അവർ രാവിലെ ഒടുങ്ങി വൈകിട്ട് വരെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. റോട്ടിൽ കൂടെ പോകുന്ന ആളുകളും ഇങ്ങനെ ഈ അമ്മൂമ്മ വായിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുക. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വരുന്ന ഒരു അമ്മൂമ്മയാണ്. അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന, റോട്ടിൽ കൂടെ പോകുന്നവരും കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓർക്കാറുണ്ട് ആ വീടിൻ്റെ ഭാഗ്യം എത്ര ഭാഗ്യമാണ്. കാരണം ആ അറ്റ്മോസ്ഫിയർ മുഴുവൻ, പകൽ സമയം മുഴുവൻ ദൈവവചനത്തിൽ കുതിർന്ന് കുളിച്ചാണ് ആ വീട് മൊത്തം നിൽക്കുന്നത്. ഇവിടെ ഒത്തിരി അമ്മച്ചിമാരുണ്ടല്ലോ, ഒത്തിരി പ്രായമുള്ളവരുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, ഇനി കൂടി വന്നാൽ നിങ്ങളൊരു 20 വർഷമോ 10 വർഷമോ 5 വർഷമോ 15 വർഷമോ ഒക്കെ ജീവിച്ചിരിക്കുമായിരിക്കും. ഈ കാലഘട്ടത്തിനുള്ളിൽ കണ്ണ് പറ്റണില്ലേലും സാരിയില്ല, കണ്ണട കുറച്ചും കൂടി അങ്ങ് ചേർത്തെടുത്ത് വെച്ച് ഉറക്കി അങ്ങ് വചനം അങ്ങ് വീടിൻ്റെ അന്തരീക്ഷത്തിലിരുന്ന് വായിക്കാമെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് നിങ്ങൾ അനുഗ്രഹം വെച്ചേച്ചാ പോകാൻ പോകുന്നേ. ഹല്ലേലൂയ. പകരം ഇന്നത്തെ അമ്മൂമ്മമാരൊക്കെ മുഴുവൻ ടിവിയുടെ മുൻപിലാണ്, ഓരോ പ്രോഗ്രാമിൻ്റെ മുൻപിലാണ്. ഹല്ലേലൂയ. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി, എൻ്റെ വീടിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാനിരുന്ന് വചനം വായിക്കാൻ പോകുകയാണ്. എത്ര സഹോദരിമാർ അത് തീരുമാനിക്കുന്നുണ്ട്? എത്ര അമ്മച്ചിമാർക്ക് തീരുമാനമുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനം കൂടുതലായി നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല വാക്കുകൾ പുറത്തു വരും, നല്ല കാര്യങ്ങൾ പുറത്തു വരും. പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നേ, കർത്താവ് അത് നടത്തുമെന്ന് പറയും. അല്ലെങ്കിൽ വചനം അകത്തില്ലെങ്കിൽ കൈയെടുത്തിട്ട് എന്തായിരിക്കും? അടിയാണ്. കാരണം അകത്ത് വചനമില്ല, അകത്ത് വിശ്വാസമില്ല, അകത്ത് ധൈര്യമില്ല, അകത്ത് പ്രത്യാശയില്ല, അകത്ത് ഉറപ്പില്ല. ഹല്ലേലൂയ. എന്നാൽ അകത്ത് വചനമുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നം വരുമ്പോഴും പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ നല്ല കാര്യം നടക്കാനുണ്ട് എന്ന് പറയും. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് കാര്യം നടന്നില്ലേലും അതിനേക്കാൾ മഹത്വകരമായ മറ്റു ചില കാര്യങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ നടന്നിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ശബ്ദമുയർത്തിയൊരു ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് വാക്കുകളാണ് ഉപയോഗിച്ചത്. രോഗികൾ സൗഖ്യമാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് നടക്ക, അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. വാക്കുകളാണ് യേശു കർത്താവ് ഉപയോഗിച്ചത്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതുകൊണ്ട് രോഗം വരട്ടെ, പ്രശ്നം വരട്ടെ, പിശാച് വരട്ടെ, ദൈവത്തിൻ്റെ വചനം എടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾക്ക് മാറ്റം വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ പൈശാചിക ശക്തികൾ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിൻ്റെ വചനം പറഞ്ഞേച്ചാലും മതി. യേശുവിൻ്റെ അടുക്കൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ യേശു കർത്താവ് ചെന്നു. അവിടെ ചെന്ന സമയത്ത് അവൻ, എന്തിനാ ദാവീദ് പുത്ര എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. അവിടെ എഴുതിയിരുന്ന, അതിന് മുന്നമേ തന്നെ തൻ്റെ ഭൂതത്തോട് പുറത്തു പോകാൻ യേശു കർത്താവ് കൽപ്പിച്ചിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കരപ്പേലിറങ്ങുന്നതിന് മുമ്പ്, വഞ്ചിയിൽ ഇരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ഭൂതത്തോട് പോകാൻ പറഞ്ഞിരുന്നു എന്ന്.
അതിൻ്റെ അർത്ഥം യേശു വാക്കുകൾ ഉപയോഗിച്ച് അതിനെ ശാസിച്ചിരുന്നു. പൈശാചിക ശക്തികൾക്ക് വാക്കുകളുടെ മുൻപിൽ നിൽക്കാൻ സാധ്യമല്ല. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ കാറ്റും കോളുമുണ്ടായി ആടി ഉലയുന്ന ഒരു വഞ്ചിക്കകത്ത് യേശു കർത്താവ് ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ശിഷ്യന്മാർ മുഴുവൻ പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനോട് അടങ്ങുക, കടലിനോട് ശാന്തമാകുക എന്ന് കൽപ്പിച്ച മാത്രയിൽ കാറ്റും കോളും അടങ്ങി കടൽ ശാന്തമായി എന്ന് ബൈബിൾ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ചുറ്റും പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ, കാറ്റുപോലെ കോളുപോലെ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അത് കണ്ട് നിങ്ങളും വീണ്ടും പാനിക്കായി പരിഭ്രാന്തരായി താഴേക്ക് വീഴുകയല്ല വേണ്ടത്. മറിച്ച് എഴുന്നേറ്റ് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നത്തോട് അടങ്ങുവാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ ആ പ്രശ്നങ്ങൾ അവിടെ അടങ്ങും. ഹല്ലേലൂയ. നോക്കുക, യേശുവിന് മാത്രമേ ഒരു മരണത്തിൻ്റെ ഒരു വിലാപയാത്ര പോകുന്ന സമയത്ത് ആ വിലാപയാത്രയെ പിടിച്ചു നിർത്താൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമോ? കാരണം ആ കാര്യത്തിൽ നമ്മൾ അശക്തരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഒരു ശവമഞ്ചവുമായിട്ട് ഒരു ജാഥ പോകുന്ന സമയത്ത് നിങ്ങൾ നിൽക്ക്, കാര്യം ഞാൻ നോക്കാം എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അതിന് പറ്റുന്ന ഒരുത്തനേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. പോകുന്ന വിലാപയാത്രയെ മടക്കി സന്തോഷയാത്രയാക്കി തിരിച്ചു വിട്ടവനാണ് നമ്മുടെ കർത്താവ്. നയിലെ വിധവയുടെ മകൻ, അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് യേശു എന്താ പറഞ്ഞത്? യുവാവേ എഴുന്നേൽക്കാം, അത്രയേ ഉള്ളൂ. വേറൊരു പെൺകുട്ടിയുടെ തലിത കുമ്മി, എഴുന്നേൽക്കുക. ബാലേ എഴുന്നേൽക്കുക. ഒറ്റ വാക്ക് സിമ്പിളായിട്ട് പറഞ്ഞു, അപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു. മരിച്ച 4 ദിവസമായിട്ടുള്ള ലാസറിന്റെ കല്ലറയിൽ ചെന്നിട്ട് യേശു എന്താ പറഞ്ഞ? ലാസറേ പുറത്തു വാ. ഒറ്റ വാക്ക്, ആള് പുറത്തു വന്നു. ഹല്ലേലൂയ. മരണത്തിന്റെ മുഖത്ത് പോലും യേശു അധികാരം ഉപയോഗിച്ചു. ഓർക്കാമോ? നിങ്ങൾക്കും അധികാരം ഉപയോഗിക്കാൻ സാധിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ജൂൺ 26 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ. ജഗൻ മോഹൻ പാലസ്, ദേവരാജ് മോഹല്ല, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ സിസ്റ്റുകൾ വളർന്നിരിക്കുന്നൊരു വ്യക്തിയെ ഒരു സർജറിയിലൂടെ അല്ലെങ്കിൽ കീ ഹോൾ സർജറി ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് റിമൂവ് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ദ പവർ ഓഫ് ഗോഡ് ഈസ് അവൈലബിൾ ടു ഹീൽ യുവർ ഡിസീസ്. ദ പവർ ഓഫ് ഗോഡ് ക്യാൻ ടേക്ക് അവേ ദ സിസ്റ്റ് ഫ്രം യുവർ ബോഡി വിതൗട്ട് എനി സർജറി, വിതൗട്ട് എനി ട്രീറ്റ്മെൻറ്റ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വി വർഷിപ്പ് യു ഫാദർ. കർത്താവെ, ഈ സമയത്ത് തന്നെ നിൻ്റെ കരം വിവിധ രോഗങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഗ്ലോക്കോമ യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളെ ബാധിക്കുന്ന രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ പാൻക്രിയാസിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ അപൂർവമായ ചില രോഗങ്ങൾ, റെയർ ഡിസീസുകൾ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്ക് വരുന്ന രീതിയിലുള്ള രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വെള്ളം ശരീരത്തിൽ തൊട്ടാൽ പ്രയാസമുണ്ടാകുന്ന ചില രീതിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. അതുപോലെ ഹോർമോണുകളുടെ തകരാറ് നിമിത്തമുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. താങ്ക് യു ലോർഡ്. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചുണ്ടെങ്കിൽ കൈകളെ ചേർത്ത് പിടിക്കുക. ഒരുമിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവരവർ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഈ ദമ്പതികളുടെ മേൽ കർത്താവിൻ്റെ കരം വെച്ച് കർത്താവ് ഒരു വലിയ വിടുതലങ്ങ് കൊടുത്ത് അവർക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാവരും ഒന്ന് സന്തോഷിക്കത്തക്ക രീതിയിൽ കർത്താവ് പ്രവർത്തിക്കണമേ.
താങ്ക് യു ജീസസ്. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ പ്രയാസമോ നിങ്ങളുടെ വിവരമോ സ്പെസിഫിക്കായി പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സമയത്ത് ഈ ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. രോഗസൗഖ്യം മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തിനായിരുന്നാലും ദൈവിക വിടുതൽ കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. സ്കിൻ ഡിസീസുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ പുറത്തെടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മൈസൂരിലാണ്. അതുകൊണ്ട് മൈസൂരിലും പരിസര പ്രദേശങ്ങളിലും വന്നെത്താവുന്ന എല്ലാവരും തന്നെ തീർച്ചയായും വരണം. ആൻഡ് വെൻ യു ക്യാൻ ബ്രിങ് യുവർ ഫാമിലി, ബ്രിങ് യുവർ ഫ്രണ്ട്സ്. തീർച്ചയായും വരണം. മാത്രമല്ല, മൈസൂരിൽ ഒരുപക്ഷെ എല്ലായിടങ്ങളിലും ഈ ബ്ലെസ്സിങ് ടുഡേ ലഭിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ മൈസൂരിലുള്ള നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അറിയാവുന്നവരോടൊക്കെ ഇതിനെക്കുറിച്ച് പറയുക. കർത്താവ് അവരെ തീർച്ചയായും അനുഗ്രഹിക്കും. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. മാത്രമല്ല, ഓൺലൈനായി തപാൽ മാർഗം ഒക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. സ്ക്രീനിലെ നമ്പറുകൾ, അതുപോലെ സ്ക്രീനിലെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും പല സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. നിങ്ങളുടെ അടുത്തുള്ളൊരു ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണെന്ന് അറിയുവാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇൻഫർമേഷന് ശേഷമുള്ളത് ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye.